കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾ അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നിലവിൽ കാനഡയിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് താൽക്കാലിക തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സാരമായി ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇതിൽ ധാരാളം ഇന്ത്യൻ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപിച്ച പുതുക്കിയ നയങ്ങൾ പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ട്രൂഡോ സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ മാറ്റങ്ങൾ കാനഡ നിലവിൽ നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. എന്നാൽ ഈ പുതിയ നയങ്ങൾ വിദേശ പൗരന്മാരിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. പലർക്കും ജോലിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രധാന ലക്ഷ്യസ്ഥാനമാണ് കാനഡ. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ അടുത്ത വർഷം 2025 അവസാനത്തോടെ ഏകദേശം 5 ദശലക്ഷം താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കും. ഇത് കുടിയേറിയ പലർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം അനുസരിച്ച് സ്ഥിരതാമസം ഉറപ്പാക്കുകയോ പെർമിറ്റുകൾ പുതുക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ താൽക്കാലിക പെർമിറ്റ് ഉള്ളവരിൽ പലരും കാനഡ വിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. 2025 ഡിസംബറോടെ ഏകദേശം 7,66,000 പഠന പെർമിറ്റുകൾ ഇല്ലാതാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്തർദേശീയ വിദ്യാർത്ഥികളിൽ പലരും തങ്ങളുടെ പെർമിറ്റുകൾ പുതുക്കിയേക്കാം. ബിരുദാനന്തര വർക്ക് പെർമിറ്റ് ലഭിച്ചാൽ കാനഡയിൽ തുടരാൻ സാധിച്ചേക്കാം. എന്നാൽ ഭൂരിഭാഗം പേരും സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് തള്ളിക്കളയാനാവില്ല. സാധാരണയായി 9 മാസം മുതൽ 3 വർഷം വരെയാണ് പെർമിറ്റുകൾ നൽകി വരുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള വർക്ക് എക്സ്പീരിയൻസ് നേടാൻ ഈ നീക്കത്തിലൂടെ സാധിക്കും. പുതുക്കിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പ്രകാരം അടുത്ത 3 വർഷത്തിനുള്ളിൽ സ്ഥിരവും താൽക്കാലികവുമായ റെസിഡന്റ് ടാർഗറ്റുകളിൽ കുറവുണ്ടാകും. റിപ്പോർട്ടുകൾ പ്രകാരം കാനഡയുടെ ജനസംഖ്യയെ പിന്തുണയ്ക്കുന്നതിന് മതിയായ പാർപ്പിടം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നൽകുന്നതിൽ കാനഡ നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള പരിഹാരമാർഗമാണ് ഈ നടപടികൾ. 2025ഓടെ സ്ഥിരതാമസക്കാരുടെ വാർഷിക ലക്ഷ്യം 5 ലക്ഷത്തിൽ നിന്ന് 3,95,000 കുറയും. ഇത് 21% ഇടിവാണ്. അതുപോലെ താൽക്കാലിക വിദേശ തൊഴിലാളികളും അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകും. 2026ഓടെ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ 40%, അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 10% കുറവുണ്ടാകുമെന്നാണ് കാനഡ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് 1.6 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ നിലവിൽ കാനഡയിൽ താമസിക്കുന്നുണ്ട്. ഇവരിൽ പലരും വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ് തുടങ്ങിയ താൽക്കാലിക വിസകളിലാണ് കാനഡയിൽ എത്തിയിരിക്കുന്നത്. എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും മുതൽ എക്സിക്യൂട്ടീവുകളും ശാസ്ത്രജ്ഞരും വരെയുള്ള റോളുകളുള്ള ഇന്ത്യൻ പൗരന്മാർ കാനഡയുടെ തൊഴിൽ മേഖലയുടെ നിർണായക ഭാഗമാണ്. പുതുക്കിയ നയങ്ങൾ ഈ തൊഴിലാളികൾക്ക് അവരുടെ താമസം നീട്ടുന്നതിനോ സ്ഥിരതാമസത്തിലേക്ക് മാറുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇത് അവരുടെ തൊഴിൽപരവും വ്യക്തിപരവുമായ ജീവിതത്തിൽ തടസ്സങ്ങൾക്ക് ഇടയാക്കും. കാനഡയിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 40% പേരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.